ഹായ് പ്രിയ കൂട്ടുകാരെ, ഞാൻ ഒരു വയ്യാവേലി പറയാനായിട്ട് ഞാൻ വിളിച്ചാണ്. 2 വർഷമായിട്ട് ഞാൻ അയൽക്കാരുടെ ഈ പറയുന്ന കൂട്ടർ രമ, തുളസി, പിന്നെ അജിത് കുമാർ, രാജി, കല്യാണി, അമ്മു, ഇത്രയും പേരുടെ, പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവരുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലി ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും കൂട്ടർ എന്നെ യാതൊരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഓരോ സമയത്തും അൺനോൺ പരാതി ശിശുക്ഷേമ വകുപ്പിലിട്ടിട്ട് അവർ എൻ്റെ ഭർത്താവിൻ്റെ ടീം ഇട്ടതാണെന്നും എൻ്റെ അമ്മ ഇട്ടതാണെന്നും ഞാൻ എൻ്റെ അമ്മയുടെ മകളല്ലെന്നും ഒക്കെ ഉള്ള അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജുകൾ വരലും ഇത് കേട്ട് ശിശുക്ഷേമ വകുപ്പ് നമ്മളെ വിളിക്കാനും എൻ്റെ കൊച്ചു കിടന്ന് കരയുന്നെന്നും ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്നെ നശിപ്പിക്കാനായിട്ട് 2 വർഷത്തോളം ഈ വകുപ്പുകൾ ഒരു കാര്യവും ആലോചിക്കണം. ഞാനെങ്ങാനും മരിക്കാനിടയായാൽ ഇവരുടെ പേരായിരിക്കും. എന്നിട്ട് ഇവർ കൊട്ടിയം പോലീസ് ഇതിന് കൂട്ടുണ്ട് എന്നും പറയാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ 4 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കി മുന്നോട്ട് പോകുന്ന ഞാനാണ്. ഞാൻ യൂട്യൂബും ചെയ്യുന്നു ചെറിയ രീതിയിൽ. അപ്പം മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കേരള ഗവൺമെൻറ് പറയണം. അംഗൻവാടിയുടെ ഒരു ആയയാണ്, കേവലം അവൾക്ക് എന്തറിവുണ്ട്, ആ അറിവിൽ അവളുടെ മകൾക്ക് കല്യാണം ആവാത്തതിന് അവൾ എൻ്റെ കൊച്ചിനെ ക്രൂശിക്കാനായിട്ട് നോക്കുകയാണ്, എന്നിൽ നിന്ന് അകറ്റാൻ. അതിനുവേണ്ടി അവളും അവളുടെ ഭർത്താവും അനിയനും അവളുടെ മകളും ഭർത്താവിൻ്റെ അനിയൻ്റെ മകളും മകനും കൊച്ചുങ്ങളെ ഉൾപ്പെടെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞാൻ എന്താണ് ഇറക്കേണ്ടത്, എന്താണ് വേണ്ടത്? ഞാൻ അവരെക്കാട്ടി ഒരുപടി മുമ്പിലാണ് എന്നുള്ളത് കൊണ്ടല്ലേ അവർക്ക് ഈ അസൂയ.